ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാദേശികളെ പിടികൂടുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ കൂടുതൽ ഈ ബംഗാളികൾ ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് പാർക്കുന്നുണ്ടല്ലോ, ഇവരുടെ ഇടയിൽ പാർക്കാൻ കൂടുതൽ സൗകര്യമല്ലേ ലഭിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ ബംഗ്ലാദേശികളെ പിടികൂടുന്നത് കേരളത്തിലൊരു പുത്തരിയല്ല. കാരണം ഈ വാർത്തകൾ പതിവായി തന്നെ കേരളത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്നും ഭീകരവാദികളെ പിടികൂടുന്നു, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളെ പിടികൂടുന്നു, ആ വാർത്തകൾ നിരന്തരം വരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെയും ഒരു ബംഗ്ലാദേശി സ്വദേശിയെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് പിടികൂടിയിരിക്കുന്നത്. ആ 20 വയസ്സുള്ള ഒരു ബംഗ്ലാദേശി പൗരനാണ്. അദിർ റഹ്മ എന്ന് പറയുന്ന യുവാവാണ് പിടിയിലായിരിക്കുന്നത്. അത് പിടികൂടിയിരിക്കുന്നത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് കണ്ണൂരിൽ നിന്നുള്ള യൂണിറ്റ് എത്തിയാണ് ഈ കാഞ്ഞങ്ങാട് നിന്നും ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതിയുടെ കയ്യിൽ നിന്നും മതിയായ രേഖകളില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ പ്രത്യേക രേഖകൾ വേണമല്ലോ, ആ രേഖകളൊന്നുമില്ല. പിന്നീട് വ്യാജ തിരിച്ചറിയൽ കാർഡുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ യഥാർത്ഥ പേര് ഷബീർ ഷഖ് നാദിയ എന്നതാണ്. ഈ വയസ്സ് 24 ആ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. എന്തുകൊണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ്, കാരണം കാഞ്ഞങ്ങാട് നിന്നും 1 മാസം മുൻപ് ഒരു ഭീകരവാദിയെ തന്നെ ആസാമിൽ നിന്നുള്ള പോലീസും അതോടൊപ്പം തന്നെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഇത്തരം സംഘങ്ങൾ പാർക്കുന്നതായുള്ള വിവരങ്ങളുണ്ട്. കാരണം ഇവർ ബംഗ്ലാദേശി പൗരന്മാരാണ്. നിരവധി പേർ പശ്ചിമ ബംഗാൾ സ്വദേശികളെന്ന വ്യാജേനയാണ് ഈ കാഞ്ഞങ്ങാട് മേഖലയിലെത്തി താമസിക്കുന്നത്. ഇത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ATS കാഞ്ഞങ്ങാട് എത്തി പരിശോധന നടത്തുന്നത്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇനിയും 100 കണക്കിന് പേരുള്ളതായി തന്നെ വിവരങ്ങളുണ്ട്. എന്തായാലും വലിയ ജാഗ്രതയോടെയാണ് ഇപ്പോൾ പോലീസെല്ലാം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള വലിയൊരു പ്രശ്നമുണ്ടായിരുന്നല്ലോ. അവിടെ ഹിന്ദു വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വലിയ പ്രശ്നത്തിന് പിന്നാലെ ഇന്ത്യ സർക്കാർ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുകയും ഡൽഹിയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഈ പരിശോധന നടത്തുകയും ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലും ഇത്തരം പരിശോധന നടക്കുകയും ഈ കൊച്ചിയിൽ നിന്നെല്ലാം ചില ബംഗ്ലാദേശികൾ വീട് വാങ്ങി അവിടെ താമസം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ സംസ്ഥാനത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ളവർ തന്നെ സഹായങ്ങൾ നൽകുകയും അവർക്ക് ഇത്തരം കാർഡുകൾ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ച് നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇത്തരക്കാർ ഭീകരവാദികളാണ്. അപ്പോൾ ഇവർ സ്ലീപ്പർ സെല്ലുകളാണ്. അപ്പോൾ ഏത് സമയം പോലും നമ്മുടെ രാജ്യത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിനെല്ലാം സുരക്ഷാ ഭീഷണിയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു പ്രശ്നമാണ് ലഹരി. ലഹരിയുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഇത്തരക്കാരായിരിക്കും. ബംഗാളിൽ നിന്നും അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നെല്ലാം ഈ ലഹരി മരുന്നുകൾ കടത്തി കേരളത്തിൽ എത്തിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കഞ്ചാവ് കച്ചവടം നടത്തണമെങ്കിൽ ഇത്തരം ബംഗ്ലാദേശി സ്വദേശിയോ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ സഹായം തേടുമ്പോൾ ഇവർ എന്ത് റിസ്ക് എടുത്തും ആ സംസ്ഥാനങ്ങളിൽ പോയി അത്തരം സാധനങ്ങൾ വാങ്ങി കേരളത്തിൽ എത്തിക്കുകയും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുൻപ് നമുക്കറിയാം, ഈ അതിഥി തൊഴിലാളികളായി എത്തുന്നവർ പല ക്രിമിനൽ പശ്ചാത്തലങ്ങൾ കൊലപാതകങ്ങൾ ചെയ്യുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പെരുമ്പാവൂർ ഉൾപ്പെടെ ഒരു പെൺകുട്ടിയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയിരിക്കുന്നത്, ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു അതിഥി തൊഴിലാളിയാണ്. അതിഥി തൊഴിലാളി എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ്. ആ രീതിയിൽ അവർ മറ്റൊരു രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതിനേക്കാൾ ഏറ്റവും കേരളത്തിൽ വേട്ടയാടുന്ന ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവർ മുഖേന ഉണ്ടാകുന്നു. ഇവർക്കെതിരെ എന്നാൽ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായ അന്വേഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ തന്നെ ഇതിന് പിന്നാലെ തന്നെ ഹോസ്ദുർഗ് പോലീസ്, കാസർഗോഡ് എന്ന ഒരു പ്രദേശമാണ്, അവിടുത്തെ പോലീസ് അവിടുത്തെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഉടമസ്ഥരുണ്ടല്ലോ, അവർക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനായി ഒരു തൊഴിലാളി വരികയാണെങ്കിൽ ആ തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കണമെന്ന് ഇപ്പോഴാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു സംഭവം കേരളത്തിൻ്റെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകും. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവം വരുമ്പോൾ അവർ ഗൗരവത്തോടു കൂടി എടുക്കില്ല. അത് സംഭവിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ലഹരി കേരളത്തിൽ ഒഴുകുന്നു എന്ന
വാർത്ത എല്ലാവർക്കും അറിയാം, അപ്പോഴും അവർ നടപടി എടുക്കില്ല. ഇത് ആരെങ്കിലും ഉപയോഗിച്ച് ആ പയ്യൻ എവിടെയെങ്കിലും ഒരു കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ലഹരി ഉപയോഗത്തിനെതിരെ കേരളത്തിലെ പോലീസ് കണ്ണു തുറക്കും, സർക്കാർ കണ്ണു തുറക്കും, രാഷ്ട്രീയ പാർട്ടികൾ കണ്ണു തുറക്കും. പ്രത്യേകിച്ച് DYFI ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ലഹരി മരുന്നിനെതിരെ അവർ പ്രചരണം നടത്താൻ പോവുകയാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് കയറാൻ ഇവർക്ക് കൂടുതൽ സൗകര്യമുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഒരേ തരത്തിലാണല്ലോ ഇവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. ബംഗാളിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ ഇവിടെ കേരളത്തിൽ പാർക്കുന്നുണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ ഇവർക്ക് കഴിയാനും എളുപ്പമാണ്. അല്ല, അതാണ് ഈ പ്രശ്നത്തിലും അത്തരം സാറ് പറഞ്ഞത് കൃത്യമാണ്. ഈ ആളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ ബംഗാൾ വഴിയാണ് കേരളത്തിലേക്ക് വരുന്നതും, അതോടൊപ്പം തന്നെ ഇയാൾ ഫോൺ പരിശോധിക്കുമ്പോൾ ബംഗാളിൽ നിന്നുള്ളവരുടെ നമ്പറുകളുണ്ട്, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളുടെ നമ്പറുകളുണ്ട്. അങ്ങനെയാണ് അത്. എനിക്ക് തോന്നുന്നു അത് സർക്കാരുമായി ബന്ധപ്പെട്ട നമ്മളുടെ അവിടെ ചുവന്ന നാടായിരുന്നല്ലോ ഒരു നാൾ ബംഗാൾ. ആ ചുവന്ന നാടിൽ അവർ തുടർച്ചയായി തന്നെ ഭരിച്ചുകൊണ്ടിരിക്കും, 33 കൊല്ലം അങ്ങനെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തുടർഭരണം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിന്ത വരുമല്ലോ, അടുത്ത തവണ എങ്ങനെ അധികാരത്തിൽ വരാമെന്ന ചിന്തയുടെ പശ്ചാത്തലത്തിലായിരുന്നു. ഇപ്പോൾ അത് കേരളത്തിലെ കൂടെ കൂട്ടിച്ചേർക്കാം. നമ്മുടെ കേരളത്തിലെ തുടർഭരണം കൊണ്ട് ഗുണം ഈ ബംഗ്ലാദേശികൾക്കല്ല, ഇപ്പോൾ ഇവർക്കുള്ള ഗുണം ഈ കൊടിസൂനി പോലുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാം. അതുപോലെ തന്നെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ജോലികൾ അല്ലെ ഈ പിൻവാതിൽ നിയമനം ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇവിടെ തുടർഭരണം സ്വപ്നം കാണുന്ന സർക്കാർ ചെയ്യുന്നതെങ്കിൽ, മുൻകാലങ്ങളിൽ ബംഗാളി സ്വപ്നം കാണുന്നത് ബംഗ്ലാദേശികളെ തങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കുക, അവർക്ക് ആധാറും അതോടൊപ്പം തന്നെ അന്ന് ആധാറില്ല തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെയുള്ളവ അവർക്ക് നൽകി തങ്ങളുടെ വോട്ട് ബാങ്കായി മാറ്റുകയായിരുന്നു ഈ LDF അല്ല CPM പ്രധാനപ്പെട്ട ലക്ഷ്യം ബംഗാളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ആ പ്രദേശങ്ങളിലേക്കെല്ലാം തൃണമൂൽ കോൺഗ്രസ് വളർന്നു കയറുകയും CPM നേതാക്കളെ അടിച്ചോട്ടിച്ച് അവർ ഇപ്പോൾ കേരളത്തിൽ പുറകോട്ടടിക്കാൻ എത്തുകയും പിന്നീട് തൃണമൂൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമ്പോൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് വലിയ രീതിയിൽ തന്നെ. കാരണം അവർക്ക് ഓരോ തവണ കഴിയുന്തോറും ഭരണം ഉറപ്പിക്കണം. അതെ, ഉറപ്പിക്കാനും കഴിയും. മനസ്സിലായോ? എന്തായാലും ഈ വരുന്നവർ ഒരിക്കൽ BJPക്ക് വോട്ട് ചെയ്യില്ല, പ്രതിപക്ഷ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ ഉറച്ച വോട്ട് ബാങ്കാണ്. ചിലപ്പോൾ അവിടുത്തെ സാധാരണക്കാർ മാറി മറിഞ്ഞ് വോട്ട് ചെയ്യാം അല്ലെ, കേരളത്തിൽ നാം കാണുന്നല്ലോ, മാറി മറിഞ്ഞ് വോട്ട് ചെയ്യും. പക്ഷേ ഇത്തരക്കാർ അവരോട് കൂറു പുലർത്തുന്ന, അവർക്ക് ആധാർ കാർഡും അവരുടെ തിരിച്ചറിയൽ രേഖകളും റെഡിയാക്കി കൊടുക്കുന്ന ആ രാഷ്ട്രീയ നേതാവുള്ള പാർട്ടി അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ. അതുവഴി വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട്. പണ്ട് ആസാമിലും ത്രിപുരയിലുമെല്ലാം ഇത്തരത്തിലുള്ള വലിയ കടന്നുകയറ്റം ഉണ്ടാകുന്നു. പക്ഷേ BJP സർക്കാർ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കൃത്യമായി അവിടെ അതിനെക്കുറിച്ച് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അത് പരിശോധന എന്തുകൊണ്ടാണ്? BJPയുടെ നയമല്ല. ആ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഇത്തരം കടന്നുകയറ്റങ്ങൾ തടഞ്ഞാലേ പറ്റുള്ളൂ. കാരണം പെരുമ്പാവൂരിലുള്ള ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം എന്തുകൊണ്ട് ഇപ്പോൾ അതിഥി തൊഴിലാളികൾ അവർക്ക് എന്തെല്ലാം തലവേദന ആകുന്നു എന്ന് ആ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ നാളെ ആ ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നും വലിയ രീതിയിൽ തന്നെ കേരളത്തിലേക്ക് ഇത്തരം കടന്നുകയറ്റങ്ങൾ, അനധികൃത കുടിയേറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തിയില്ലെങ്കിൽ വലിയ ഒരു ഭവിഷ്യത്തായിരിക്കും കേരളത്തെ കാത്തിരിക്കുക.